ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. 32-ാം അധ്യായം മോശയുടെ കീർത്തനമാണ്. യഹോവയായ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത് കീർത്തനമായിട്ട് അതിലെഴുതി ഇസ്രായേൽ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി മോശയും യോശുവയും കൂടി അവരെ പാടിക്കേൾപ്പിക്കുകയും അത് സൂക്ഷിച്ചു വെക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതുവരെ ദൈവം അവരെ വഴി നടത്തിയ കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും ഒരു ഗാനമായി ഇസ്രായേൽ ജനം പാടി പഠിക്കുവാനും അത് പാടുന്ന സമയത്തൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുവാനുമുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ ചെയ്തു കൊടുക്കുന്നത്. അത് ആദ്യം പറയുന്നത് യഹോവ കർത്താവ് പാറയാകുന്നു, അവിടുത്തെ ആ പ്രവൃത്തി ആ പരിപൂർണവും വഴികൾ നന്മ നീതിയുള്ളതുമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പൂർണ്ണമാണ്, അത് നീതിയുള്ളതാണ്. അവനാണ് യഥാർത്ഥ പാറ. ആ പാറയാകുന്ന ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കണമെന്നുള്ളതാണ്. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. എന്നാൽ നിങ്ങളുടെ തലമുറ ആ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അവരെന്താ ചെയ്തെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരോട്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട്, പൂർവിക തലമുറകളോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്തിന് നിങ്ങളിനി അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 9-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് അവിടുത്തെ ഓഹരിയും യാക്കോബ് അവൻ്റെ അവകാശവുമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ഓഹരിയാണ് കർത്താവ്. യാക്കോബ് അവൻ്റെ അവകാശമാണ്. അവർ കൊടുത്ത വാഗ്ദത്തം മുഴുവൻ ദൈവം ഒരിക്കലും അത് മറക്കുകയില്ല. അത്രമാത്രം ദൈവം സ്നേഹിച്ചതാണ് ഇസ്രായേലിനെ. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എങ്ങനെയാണ് പിന്നെ എന്നോട് പെരുമാറിയത്? ഇവിടെ പറയുന്ന പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകടിയിൽ സംരക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലൂടെ യഹോവയായ ദൈവം സംരക്ഷിച്ച് വഴി നടത്തി. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന അന്യദേവന്മാരൊന്നും അന്ന് നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് രൂപവും സാദൃശ്യവും നൽകി എന്നെ മറന്നിട്ട് മറ്റു രൂപങ്ങളെ നിങ്ങൾ ആശ്രയിക്കുവാനും ആ രൂപങ്ങളെ നിങ്ങൾ മനുഷ്യനിർമ്മിതമായ രൂപങ്ങളെ നിങ്ങൾ ആരാധിക്കുവാനും നിങ്ങളുടെ പിതാക്കന്മാർ തുടങ്ങി. നമുക്കറിയാം, അനേക പ്രാവശ്യം ദൈവം ആവർത്തിച്ച് പറയുന്നത് ആ ബിംബാരാധനയോടുള്ള ആ വലിയ വെറുപ്പാണ് ദൈവം ഇവിടെ കാണിക്കുന്നത് നമുക്കറിയാം. എന്നിട്ട് നിങ്ങളുടെ ആടുമാടുകൾ, കൃഷി, സംരക്ഷണം, സ്നേഹമെല്ലാം നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ പിതാക്കന്മാരെ ദൈവം അത് പരിപാലിച്ചു. എന്നാൽ അവർ പാറയാകുന്ന ദൈവത്തെ അവരുപേക്ഷിച്ചു. രക്ഷയുടെ പാത അവർ ഉപേക്ഷിച്ച് കളഞ്ഞു. എന്നിട്ട് ദേവന്മാരെ ആരാധിക്കാൻ പോയി. അപ്പം അതിൻ്റെ ഒരു ശിക്ഷയായി യുവാവ്, കന്യക, ശിശു, വൃദ്ധൻ എല്ലാവരെയും ദൈവത്തിന് നശിപ്പിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യാതിരുന്നത് ജാതികൾ അത് കണ്ട് പരിഹസിക്കുവാൻ കാരണമായി തീരും. മിസ്രൈമിൽ നിന്ന് എൻ്റെ ജനമെന്ന് പറഞ്ഞ് വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തെ മരുഭൂമിയിൽ വെച്ച് ദൈവം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അവർ അത് സന്തോഷിക്കുവാൻ കാരണമായിട്ട് തീരും ഈ അന്യദൈവങ്ങളെ ആരാധിക്കുന്നവർ. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അപ്രകാരം ഒരു ശിക്ഷ നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് നൽകാതെ അവരിങ്ങനെയൊക്കെ കാണിച്ചാലും ദൈവം അവരെ സ്നേഹിക്കുവാനുള്ള കാരണം അതാണ്. അപ്പം ഇന്ന് പറയുന്നു, കർത്താവ് കൂടെയില്ലെങ്കിൽ 1000 പേരെ ഒരാൾക്ക് പിന്തുടരുവാൻ സാധിക്കുമോ? 10,000 തുരത്താൻ 2 പേർക്ക് സാധിക്കും. യോശുവയും കാലേബുമൊക്കെ 10,000 തുരത്തുന്ന അവരുടെ വിശ്വാസമാണല്ലോ. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ദൈവം കൂടെയുള്ളതുകൊണ്ടാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിലും അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ആ സാധ്യമാക്കുന്ന ദൈവം കൂടെയുള്ളപ്പോഴാണ്. അപ്പോൾ ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഏതൊരു ജീവിത പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഈ ഗാനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം ചോദിക്കുന്നു, ഇസ്രായേൽ ആശ്രയം വെച്ച ദേവന്മാരാകുന്ന പാറ ഇപ്പോൾ ഇവിടെ, അവർ ബലിയർപ്പിച്ച ദേവന്മാരിപ്പോൾ എവിടെ?
പറയുന്നു, പാറ ഞാൻ മാത്രമാകുന്നു. ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ ഉള്ളടക്കം. അതാണ് അവരുടെ പിതാക്കന്മാർ കാട്ടിയ ദൈവത്തോട് കാണിച്ച അവിശ്വസ്തത. അത് വീണ്ടും അവിടെ എടുത്തു പറയുകയും നിങ്ങളങ്ങനെ ചെയ്യരുത്, അതുകൊണ്ടൊക്കെയാണ് അവർക്കങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളെയൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നതെങ്കിലും ദൈവം പൂർണ്ണമായി അവരെ നശിപ്പിക്കാത്തത് ദൈവം അവരുടെ ഓഹരിയും യാക്കോബിൻ്റെ അവകാശവും എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടെ ദൈവം അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പുതിയ നിയമസഭയായ നമ്മളെയും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. മണവാളൻ മണവാട്ടിയെ സ്നേഹിക്കുന്ന പോലെ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ മണവാളിന് വേണ്ടി പൂർണ്ണമായി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം മണവാട്ടിയായ സഭയ്ക്കുണ്ട്. അപ്പോൾ ആ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മണവാട്ടിയായിട്ട് നമ്മൾ തീരുന്നത്. അതിനാണ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമകർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. എപ്പോഴും മണവാളനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നാളെ അവൻ വരും. ആ കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം അവനെ മാത്രം ആശ്രയം വെച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധനമായി അവനെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് പ്രത്യാശാപൂർണമായ ജീവിതം എന്ന് പറയുന്നത്. 45-ാം വാക്യം മുതൽ മോശയുടെ അന്തിമ ഉപദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോശ ജനത്തോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞ് അവരിത് കേട്ടനുസരിക്കാൻ അവരോട് നിങ്ങൾ ആവശ്യപ്പെടണം. എങ്കിൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുന്നത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണം. അത് നിങ്ങൾ നിസ്സാര കാര്യങ്ങളായി കാണാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെയും ദൈവികമായ വചനത്തെയും നിസ്സാരവൽക്കരിക്കാതെ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതായി അതിനെ നമ്മൾ വിലമതിച്ച് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വാഗ്ദത്ത ഭൂമിയിൽ ഇത് സുരക്ഷിതമായി നിങ്ങൾ വസിക്കുന്നത് ഈ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ മാത്രമായിരിക്കും. അല്ലാതെ പാലും തേനും ഒക്കെ ഒഴുകുന്ന ദേശം നിങ്ങൾക്ക് ലഭിക്കും, ദൈവം വാഗ്ദത്തം ദേശം തരും. പക്ഷെ അവിടെ ഈ കൽപ്പനകളെ നിങ്ങൾ പാലിക്കണം. അപ്പോൾ മാത്രമാണ് സുരക്ഷിതമായി നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ സാധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വിപത്തുണ്ടാകും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് യഹോവ മോശയോട് പറഞ്ഞു, നിന്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. ആയതുപോലെ നീയും വാഗ്ദത്ത ദേശം നീ നെബോ പർവ്വതത്തിൽ കയറി നീ ഇപ്പോൾ കണ്ടുകൊള്ളുക. നിനക്കവിടെ പോകാനാവില്ല. കാരണം സീൻ മരുഭൂമിയിൽ കാദേശിൽ വെച്ച് ആ മെരീബ വെള്ളത്തിന് അടുത്ത് വെച്ച് നീ എൻ്റെ കൽപ്പനകളെ നീ ലംഘിച്ചിട്ട് നീ അവിടെ വെച്ച് ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ വെച്ച് എന്നോട് നീ അവിശ്വസ്തമായിട്ട് നീ പെരുമാറി. ഇവിടെ നേരത്തെ കണ്ടതാണല്ലോ, ഞാൻ നിങ്ങൾക്ക് വെള്ളം തരുന്നു എന്ന് പറഞ്ഞ് പാറയടിച്ചു. യഹോവ പറയുന്നതിന് മുൻപ് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോകുന്നത്. അപ്പം അത് ദൈവത്തിൻ്റെ നീതിയാണ്. തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് അത് മോശ അനുഭവിച്ചേ സാധിക്കുള്ളൂ. എന്നാൽ മോശ ദൈവപുരുഷനായതുകൊണ്ട് പിന്നീട് നമ്മൾ ഈ മോശയെ നമുക്കറിയാം, താബോർ മലയിൽ കർത്താവിനോട് ചേർന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ടല്ലോ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നു, അപ്പം അതുകൊണ്ട് ഇപ്പം ഇത് മോശയോട് പറയുന്നു, ആ ദേശത്ത് നീ വഴിയടത്തി കൊണ്ടുവന്ന ജനം അവിടെ പ്രവേശിക്കും, നീ അവിടെ പ്രവേശിക്കുകയില്ല. നിനക്കിത് കാണാൻ സാധിക്കും. നമ്മളും ദൈവികമായ ശുശ്രൂഷകളെ ഏറ്റെടുക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ദൈവികമായ കൽപ്പനകളെ നമ്മൾ ലംഘിക്കുമ്പോൾ മോശയോട് ദൈവം ഇപ്രകാരം ചെയ്തുവെങ്കിൽ ദൈവം സ്നേഹമായതുകൊണ്ടാണ് നമുക്കൊക്കെ ഭൂമിയിൽ ഇപ്പോഴും ഇങ്ങനെ തെറ്റുകളൊക്കെ ആവർത്തിച്ചിട്ടും അത് നിലനിന്ന് പോകുവാൻ സാധിക്കുന്നത് നമ്മൾ ഓർത്തുകൊള്ളുക. എന്നാൽ ആ സ്നേഹത്തെ കൂടുതൽ നമ്മൾ പരീക്ഷിക്കാതെ ആ ദൈവികമായ സ്നേഹത്തിന് പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ദൈവകരങ്ങൾ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും അങ്ങനെ സമർപ്പിതമായൊരു ജീവിതം നയിക്കുവാനും ഈ വേദഭാഗങ്ങളൊക്കെ നമ്മെ സഹായിക്കണം. ഓരോ വേദഭാഗവും വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് അപ്രകാരമുള്ളൊരു വലിയ സമർപ്പണം ദൈവസന്നിധിയിൽ നടത്തുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.